ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം ഇന്ത്യയെ ആഗോള കായിക ശക്തി കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയെ ചെറുക്കുന്നതിൽ ചൈനയുടെ ഇരട്ടത്താപ്പ് അനുവദിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ആഗോളതലത്തിൽ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപ സൌഹൃദ രാജ്യമായി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സർവകക്ഷി സംഘത്തിന്റെ വിദേശ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് ശശി തരൂർ MP. ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യ വിക്ഷേപണം നാളെ. വാർത്തകൾ വിശദമായി. യുവതയെ കേന്ദ്രീകരിച്ചുള്ള കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം ഇന്ത്യയെ ആഗോള കായിക ശക്തി കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തിന്റെ കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭൂതപൂർവമായ വളർച്ച കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ ലേഖനം പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി വിശദമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ രാജ്യത്തിന്റെ വളർച്ചയെ രൂപപ്പെടുത്തുന്ന പ്രധാന ശക്തിയായി കായിക മേഖല ഉയരുമെന്ന് ശ്രീ മാണ്ഡവ്യ ലേഖനത്തിൽ കുറിച്ചു. പാകിസ്ഥാനുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിൽ ഭീകരതയെ ചെറുക്കുന്നതിൽ ചൈനയുടെ അവ്യക്തതയും ഇരട്ടത്താപ്പും അനുവദിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തീവ്രവാദം എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസ് സന്ദർശനത്തിനിടെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീ ജയശങ്കർ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യ ചൈന ബന്ധം ഘട്ടം ഘട്ടമായി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണെന്നും ഒരു പ്രത്യേക രാജ്യവുമായല്ലെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഫ്രാൻസുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനത്തിലൂടെ സാധിച്ചതായും പ്രതിരോധം, ആണവോർജ്ജം, നിർമ്മിത ബുദ്ധി, ബഹിരാകാശം, പരിസ്ഥിതി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായും ജയശങ്കർ വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളും ഇന്ത്യ അനുവദിക്കില്ലെന്നും ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് തുടരുമെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. ന്യൂഡൽഹിയിൽ 23ാമത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അന്താരാഷ്ട്ര സെമിനാർ ശ്രീ റായ് ഉദ്ഘാടനം ചെയ്തു. ആഗോള സമാധാനത്തിനും പുരോഗതിക്കും ഏറ്റവും വലിയ ഭീഷണി ഭീകരതയാണെന്ന് മന്ത്രി പറഞ്ഞു. സായുധ സേനയെ നവീകരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503 തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമല്ല. കനത്ത പുക കപ്പലിനു ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നാവികസേനാ കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കപ്പലിലെ 18 ജീവനക്കാരെ ഇന്നലെ രക്ഷിച്ച് മംഗലാപുരം തീരത്ത് എത്തിച്ചിരുന്നു. കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ തുടരുകയാണ്. കപ്പലിലെ ചില കണ്ടെയ്നറുകളിൽ വേഗത്തിൽ തീപിടിക്കുന്ന ദ്രാവകങ്ങളും അപകടകരമായ വസ്തുക്കളുമാണ് ഉള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന കപ്പലിനാണ് ഇന്നലെ രാവിലെ തീപിടിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സർവകക്ഷി സംഘത്തിന്റെ വിദേശ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് പ്രതിനിധി സംഘത്തെ നയിച്ച ശശി തരൂർ MP. സന്ദർശനം നടത്തിയ 5 രാജ്യങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയ സമീപനം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ സന്ദർശനത്തിലൂടെ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. We were all very pleased with the way in which the 5 countries we went to received us. We thought we had good results everywhere. There was complete understanding and support for our position. In fact, many of the people we spoke to specifically expressed respect for the restraint we had shown in our reaction. USA, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് നിരവധി യോഗങ്ങളിൽ പ്രതിനിധി സംഘം അവതരിപ്പിച്ചതായി BJP MP രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നിവിടങ്ങളിലാണ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. ആഗോളതലത്തിൽ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപ സൌഹൃദ രാജ്യമായി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടെ ബേണിൽ സ്വിസ് വ്യവസായ പ്രമുഖരുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. നൂതനാശയങ്ങൾ, സാങ്കേതിക കൈമാറ്റം, സുസ്ഥിര ഉൽപാദനം എന്നിവയിൽ വ്യാവസായിക മേഖല പ്രത്യേക ഊന്നൽ നൽകുകയാണെന്ന് വ്യക്തമാക്കിയ ഗോയൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ സ്വിസ് സംരംഭകരെ ക്ഷണിച്ചു. ഇന്ത്യ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവ ഉൾപ്പെടുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യ വിക്ഷേപണം നാളെ നടക്കും. വൈകുന്നേരം 5:30 വിക്ഷേപണമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ഇന്ന് നടക്കാനിരുന്ന വിക്ഷേപണം മോശം കാലാവസ്ഥ മൂലമാണ് നാളത്തേക്ക് മാറ്റിയത്. ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാർ 11 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ നമോ ആപ്പിൽ ആരംഭിച്ച ജൻമാ സർവേ ശ്രദ്ധേയമാകുന്നു. രാജ്യത്തുടനീളമുള്ള പൌരന്മാരിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് 5 ലക്ഷത്തിലധികം പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഇന്ത്യയുടെ കഴിഞ്ഞ 11 വർഷത്തെ വളർച്ചാ യാത്രയെക്കുറിച്ച് നമോ ആപ്പിലെ സർവേയിൽ പങ്കെടുക്കാൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ജനങ്ങൾക്ക് അവരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും നേരിട്ട് സർക്കാരുമായി പങ്കിടാനുള്ള വേദിയാണ് സർവേ. ദുർബല വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന സമഗ്ര ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് ശാസ്ത്രജ്ഞർ, നൂതന ആശയ സൃഷ്ടാക്കൾ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ ഒത്തുചേരേണ്ട സമയമാണിതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഹൈദരാബാദിൽ അന്താരാഷ്ട്ര യുവശാസ്ത്രജ്ഞരുടെ സമ്മേളനത്തെയും ഗ്ലോബൽ യങ് അക്കാദമിയുടെ വാർഷിക പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ കേന്ദ്രീകൃത വികസനം, വികസിത് ഭാരത് എന്നീ ആശയങ്ങളുമായി ശാസ്ത്രത്തെ സമന്വയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Our economic power must be complemented by our scientific thinking and our ability to adapt to emerging technologies. This is what will lead us to further where growth is inclusive, sustainable and human-centric. Science is not only about acquiring knowledge, it is equally about dismantling that knowledge and ensuring its benefits reach to the last mile. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഭീകരവാദികളുടെ ഒളിത്താവളം തകർത്തു. പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ഭീകരവാദികളുടെ കേന്ദ്രം കണ്ടെത്തിയത്. പ്രദേശത്ത് നിന്ന് നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. കവരത്തിയിൽ വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ പൊതുപരിപാടികൾ ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ കീഴിൽ ദ്വീപുകളിൽ പുരോഗമിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ദ്വീപ് നിവാസികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ നൽകുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം ചട്ടങ്ങളിൽ ഇളവ് വരുത്തുകയാണ് വേണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1972 കേന്ദ്ര നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നും ഇതിൽ കേന്ദ്രമാണ് ഭേദഗതി വരുത്തേണ്ടതെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മറ്റന്നാൾ മുതൽ ഈ മാസം 14 വരെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. ബസ് നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ യാത്ര കോഴിക്കോട് ജില്ലയിലെ മേലടി ബ്ലോക്കിൽ ഇന്ന് പര്യടനം നടത്തി. തിക്കൊടി, പയ്യോളി എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും നടന്നു. ക്യാമ്പയിനിലൂടെ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ഈ മാസം 12 വരെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കർഷകരെ നേരിട്ട് കണ്ട് സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം ഇന്ത്യയെ ആഗോള കായിക ശക്തി കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയെ ചെറുക്കുന്നതിൽ ചൈനയുടെ ഇരട്ടത്താപ്പ് അനുവദിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരളത്തിൽ കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ആഗോളതലത്തിൽ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപ സൌഹൃദ രാജ്യമായി ഇന്ത്യ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സർവകക്ഷി സംഘത്തിന്റെ വിദേശ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് ശശി തരൂർ MP. ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യ വിക്ഷേപണം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.